Hello friends, welcome back to Bubble Cloud. So today we are going to make a squishy. അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് എന്ത് പടാണോ സ്ക്വിഷ് ആക്കാനുള്ള അത് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു കേക്കാണ് വരച്ചിട്ടുള്ളത്. വരച്ചത് പെൻസിൽ കൊണ്ടാണെങ്കിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക, അല്ലാതെ വരച്ചത് പെൻ കൊണ്ടാണെങ്കിൽ ഔട്ട്ലൈൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇതിൻ്റെ ചുറ്റിനൊരു ബോക്സ് വരച്ചിട്ട് അതാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ക്വിഷീസ് എല്ലാം പല രീതിയിലുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എമറാൾഡ് ആണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്യൂട്ട് റെയിൻബോ ആണ് വരയ്ക്കുന്നത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ബോബാട്ടിയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹൗസ്, അല്ലെങ്കിൽ ഒരു സീനറി, അല്ലെങ്കിൽ ഒരു ആനിമൽ, അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സിനാണ് നമ്മൾ ബോർഡ് എടുത്ത് സ്ക്വിഷി ആക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് പകുതിയോളം കളർ അടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ ടോപ്പിങ്സിനൊക്കെ കുറച്ച് ബ്രൗണും കുറച്ച് ലൈറ്റ് പീച്ചും പിന്നെ അതിൻ്റെ മുകളിൽ സ്ട്രോബെറിക്ക് ഒരു മിക്സഡ് ഷെയ്ഡും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് സെറ്റ്. സാധാരണ സ്ക്വിഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വരച്ച പടത്തിൻ്റെ മുകളിൽ കൂടെയും അവർ സെലോ ടേപ്പ് ഒട്ടിക്കാറുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാറില്ല. കുറച്ചും കൂടെ സാറ്റിസ്ഫൈങ് സൗണ്ട്സ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് സെലോ ടേപ്പ് ഒട്ടിക്കാണ്ടിരിക്കണം. സെലോ ടേപ്പ് ഒട്ടിച്ചില്ലെങ്കിലേ സാറ്റിസ്ഫൈങ് സൗണ്ട്സ് വരുള്ളൂ എന്നൊന്നുമില്ല. സെലോ ടേപ്പ് ഒട്ടിച്ചാലും വരും. സെലോ ടേപ്പ് ഒട്ടിച്ചാലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറോ കോട്ടണോ വെച്ചിട്ട് അതിൻ്റെ അതൊക്കെ സ്റ്റഫ് ചെയ്യാം. കുറച്ചും കൂടെ പഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ ഓപ്പണിങ് സെലോ ടേപ്പ് വെച്ച് തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ഫോർ മോർ.